എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 4-സ്ട്രോക്ക് എഞ്ചിനെ കുറിച്ച് പറയാനാണ്. നമ്മളെല്ലാവരും കേൾക്കുന്ന ഒരു വാക്കാണ് 4-സ്ട്രോക്ക് എഞ്ചിൻ, 2-സ്ട്രോക്ക് എഞ്ചിൻ എന്നൊക്കെ. എന്താണ് ഈ 4-സ്ട്രോക്ക് എഞ്ചിൻ? അപ്പം ഇന്ന് ഞാൻ പറയുന്നത് 4-സ്ട്രോക്ക് എഞ്ചിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഈ 4-സ്ട്രോക്ക് എഞ്ചിൻ? എന്താണ് ഈ 4 സ്ട്രോക്ക് എന്ന് പറയുന്നത്? എന്താണ് ഈ സ്ട്രോക്ക് എന്ന് പറയുന്നത്? അതുപോലെ തന്നെ ഇതിൽ പറയുന്ന ചില വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. BDC, TDC, അതൊക്കെ എന്താണ്? പിന്നെ എൻജിൻ്റെ ഉള്ളിൽ നമ്മൾ ഇപ്പോൾ ചില ആളുകളൊക്കെ നമ്മളോട് ഇങ്ങനെ പറയുന്നത് നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ടാവും. സക്ഷൻ സ്ട്രോക്ക്, കംപ്രഷൻ സ്ട്രോക്ക്, പവർ സ്ട്രോക്ക്, എക്സോസ്റ്റ് സ്ട്രോക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഇന്ന് നമ്മളുടെ നിരത്തിൽ കാണുന്ന ഭൂരിഭാഗം എഞ്ചിനും ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിനുകളാണ്. അപ്പോൾ ഈ ടൈപ്പ് എഞ്ചിനുകൾ സിലിണ്ടറിനുള്ളിലെ ഇന്ധനം കത്തിച്ച് ഉണ്ടാക്കുന്ന ഊർജം, ആ ഊർജ്ജം ഉപയോഗിച്ചാണ്, എനർജി ഉപയോഗിച്ചാണ് ക്രാങ്ക് ഷാഫ്റ്റുകളെ മൂവ് ചെയ്യിക്കുന്നതും അതുവഴി കാറിനെ മൂവ് ചെയ്യിക്കുന്നതും അല്ലെങ്കിൽ വാഹനത്തെ മൂവ് ചെയ്യിക്കുന്നതും. അപ്പം നമുക്ക് ആദ്യം നോക്കാം, എന്താണ് ഈ സ്ട്രോക്ക്? മുകളിൽ നിന്ന് താഴെ വരെയുള്ള പിസ്റ്റണിൻ്റെ ചലനത്തെയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പിസ്റ്റൺ മുകളിൽ നിന്ന് താഴേക്ക് മൂവ് ചെയ്യുന്നതിന് ആണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പം ഞാൻ മുന്നേ പറഞ്ഞു, ടോപ്പ് ഡെഡ് സെൻറ്റർ, ബോട്ടം ഡെഡ് സെൻറ്റർ എന്നാണ്. ടോപ്പ് പോർഷനെ, ഈ മൂവ് ചെയ്യണതിൻ്റെ ടോപ്പ് പോർഷനെ ടോപ്പ് ഡെഡ് സെൻറ്റർ എന്നും TDC എന്നും, ബോട്ടം വന്ന് നിൽക്കുന്ന ആ ഭാഗത്തെ ബോട്ടം ഡെഡ് സെൻറ്റർ അഥവാ BDC എന്നും പറയുന്നു. അപ്പം പിസ്റ്റൺ ഇപ്പോൾ നമുക്ക് കാണാം, പിസ്റ്റൺ നിൽക്കുന്നത് ബോട്ടം ഡെഡ് സെൻറ്ററിലാണ്. ഇപ്പം മുന്നത്തെ പിക്ചറിൽ കണ്ടത് നമ്മൾ ടോപ്പ് ഡെഡ് സെൻറ്ററാണ്. അപ്പോൾ ഇത് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് 4 സ്ട്രോക്ക് എന്താണെന്ന് നോക്കാം. 4 സ്ട്രോക്ക് എന്തൊക്കെയാണ് ഈ 4 സ്ട്രോക്ക്? അപ്പം ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിനിൽ 4 സ്ട്രോക്ക് രീതിയിലാണ് ഈ എൻജിൻ വർക്ക് ചെയ്യുക. അപ്പോൾ ഇത് നിക്കോളാസ് ഓട്ടോ എന്ന ആളാണ് ഈ 4 സ്ട്രോക്ക് എൻജിൻ സൈക്കിള് അതിന് രൂപകൽപ്പന കൊടുത്തത്. അത് 1867 അത് ചെയ്തത്. അപ്പോൾ 4 വ്യത്യസ്ത പിസ്റ്റൺ സ്ട്രോക്കാണിത്. അപ്പോൾ അതിൽ ഇൻടേക്ക് സ്ട്രോക്ക്, കംപ്രഷൻ സ്ട്രോക്ക്, പവർ സ്ട്രോക്ക്, എക്സോസ്റ്റ് സ്ട്രോക്ക്, ഇതാണ് ഈ 4 സ്ട്രോക്കുകൾ. അപ്പം 4 റൊട്ടേഷൻ സ്ട്രോക്കുകളാണ് ഈ എൻജിനിൽ അന്ന് നിക്കോളാസ് ഓട്ടോ കണ്ടെത്തിയത്. അപ്പോൾ ഈ 4 സ്ട്രോക്ക് എന്ന് പറയുന്നതാണ്, ഈ 4 സ്ട്രോക്കും കൂടിയ അതിനാണ് 4 സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 സ്ട്രോക്ക് നമുക്ക്, ആദ്യത്തെ സ്ട്രോക്ക് ഇൻടേക്ക് സ്ട്രോക്ക്. അപ്പം ഇൻടേക്ക് എന്ന് പറയുന്ന ആ പേരിൽ തന്നെ ഉണ്ട്, ഇൻടേക്ക്, ഉള്ളിലേക്ക് എടുക്കുന്ന സ്ട്രോക്ക്. അപ്പോൾ എന്താ, ഈ സ്ട്രോക്കിൽ ക്രാങ്ക് ഷാഫ്റ്റ് തിരിയുന്നതോടൊപ്പം തന്നെ പിസ്റ്റൺ മുകളിൽ നിന്ന്, അതായത് TDC ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് താഴേക്ക് BDCയിലേക്ക് സഞ്ചരിക്കുന്നു. അതോടൊപ്പം ഇൻടേക്ക് വാൽവുകളുണ്ട്, ഇതിൽ എൻജിൻ്റെ വാൽവുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇൻടേക്ക് വാൽവ് അപ്പോൾ തുറക്കുകയും നമ്മുടെ ഈ വായുവും അതുപോലെ എയറും പെട്രോളും തമ്മിലുള്ള മിക്സിതം, പെട്രോള് ആണ് നോർമലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ പെട്രോളും എയറും തമ്മിലുള്ള ആ മിക്സ്ചർ, എയർ ഫ്യൂൽ മിക്സ്ചർ എന്ന് പറയും, ഇത് ഉള്ളിലേക്ക് വലിച്ച് സക്ക് ചെയ്തെടുക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ഇൻടേക്ക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ രണ്ടാമത്തെ സ്ട്രോക്ക് നോക്കാം, കംപ്രഷൻ സ്ട്രോക്ക്. ഈ കംപ്രഷൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, കംപ്രസ് ചെയ്യുന്ന ഒരു സ്ട്രോക്കാണിത്. അപ്പോൾ ഈ കംപ്രഷൻ സ്ട്രോക്കിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഈ സ്ട്രോക്കിൽ താഴെ ഓൾറെഡി പിസ്റ്റൺ താഴെയാണ് നിൽക്കുന്നത്. അപ്പം താഴേക്ക് വന്ന പിസ്റ്റൺ തിരിച്ച് മുകളിലേക്ക് സഞ്ചരിക്കുകയാണ്. അപ്പം ഈ സമയമാണ് കംപ്രഷൻ നടക്കുന്നത്. അപ്പോൾ ഓൾറെഡി അതിനകത്ത് എയറും ഫ്യൂലും അടങ്ങിയ മിക്സ്ചറുണ്ട്. ഇൻടേക്ക് വാൽവ് ഓൾറെഡി അടഞ്ഞു. അപ്പോൾ ഈ കണ്ടീഷനിൽ ഇത് മുകളിലേക്ക് പോകുമ്പം ഈ എയർ ഫ്യൂൽ മിക്സ്ചറിനെ അത് കംപ്രസ് ചെയ്യുന്നു. അതായത് നല്ല രീതിയിൽ നമ്മൾ അതിനെ അമർത്തി കംപ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഒരു ചെറിയ ശബ്ദം ഉണ്ടാവാനുള്ള ഒരു സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇത് നമ്മൾ എൻജിൻ ശബ്ദമൊക്കെ വരുന്നത് ഈ കംപ്രഷൻ സ്ട്രോക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നെ പവർ സ്ട്രോക്ക്. അപ്പോൾ ഈ പവർ സ്ട്രോക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. അത് മൂന്നാമത്തെ സ്ട്രോക്കാണ്. അപ്പോൾ ഇങ്ങനെ ഓൾറെഡി കംപ്രസ് ചെയ്ത് ആ എയർ ഫ്യൂൽ മിക്സ്ചർ അല്ലെങ്കിൽ എയർ അതുപോലെ ഫ്യൂലും കൂടിയ മിക്സിതം കംപ്രസ് ചെയ്ത് വെക്കണ ആ കണ്ടീഷനിൽ, അതിൻ്റെ എക്സ്ട്രീം കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്തും, സ്പാർക്ക് കൊടുക്കും. അപ്പം അത് സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ച് ആണ് സ്പാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ സ്പാർക്ക് എന്ന് പറഞ്ഞാൽ ഈ തീയാണ്. ഈ തീ ഈ മിക്സറിലേക്ക് കൊടുക്കുമ്പം പെട്ടെന്ന് തന്നെ അത് എന്ത് ചെയ്യും, ഇഗ്നേറ്റ് ആവും.
അപ്പോൾ ഇഗ്നൈറ്റ് ആകുമ്പോൾ ഇത് കത്തുമ്പം ഈ സ്ട്രോക്കിൽ കത്തുമ്പം അതിൻ്റെ ഊർജം എനർജി അവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഈ ഊർജം ഉണ്ടാക്കുന്ന ഇത് ഈ സ്ട്രോക്കിലാണ്. അപ്പോൾ ഈ സമയത്ത് പിസ്റ്റൺ എന്ത് ചെയ്യും, താഴേക്കാണ് മൂവ് ചെയ്യുക. അപ്പം ആ സമയത്ത് അല്ലെങ്കിൽ എന്ത് ചെയ്യും, അവിടെ എക്സ്പ്ലോഷൻ നടക്കുമ്പം അത് താഴേക്ക് മൂവ് ചെയ്തില്ലെങ്കിൽ അത് എന്താ പറയുക ഫെയിലിയർ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ കണ്ടീഷനിൽ താഴേക്ക് മൂവ് ചെയ്യും. അപ്പോൾ പവർ സ്ട്രോക്കിൽ വീണ്ടും TDCയിൽ നിന്ന് BDCയിലേക്ക് ബോട്ടം ഡെഡ് സെൻറ്റർ താഴേക്ക് പിസ്റ്റൺ മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അത് അങ്ങനെ മൂന്നാമത്തെ സ്ട്രോക്ക് കഴിഞ്ഞു. ഇനി നാലാമത്തെ എക്സോസ്റ്റ് സ്ട്രോക്ക്. അപ്പോൾ എന്താണ് ഈ എക്സോസ്റ്റ് സ്ട്രോക്ക് നോക്കാം. എക്സോസ്റ്റ് സ്ട്രോക്കിൽ സംഭവിക്കുന്ന ഇപ്പം പിസ്റ്റൺ താഴെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ പുക ഉള്ളിൽ കത്തിയ ഇങ്ങനെ ഓൾറെഡി കത്തിയല്ലോ, അത് പുറത്തേക്ക് തള്ളണം. അപ്പം ഇത് പിസ്റ്റൺ താഴെ നിന്ന് BDCയിൽ നിന്ന് TDCയിലേക്ക് ടോപ്പ് ഡെഡ് സെൻറ്ററിലേക്ക് മൂവ് ചെയ്യും. മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഓൾറെഡി അവിടെയുള്ള ഈ പുകയും ഈ കത്തിയതിൻ്റെ അവശിഷ്ടങ്ങൾ അത് നമ്മൾ പുറത്തേക്ക് എക്സോസ്റ്റ് വാൽവ് ഓപ്പണായിട്ട് പുറത്തേക്ക് തള്ളപ്പെടും. അപ്പോൾ ഇതിനെയാണ് എക്സോസ്റ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. എക്സോസ്റ്റ് പുറത്തേക്ക് തള്ളപ്പെടുന്നു. അപ്പോൾ ഈ സമയത്ത് എന്ത് ചെയ്യും, പിസ്റ്റൺ താഴെ നിന്ന് മുകളിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഇതാണ് ഈ 4 സ്ട്രോക്ക്. അപ്പോൾ 4 സ്ട്രോക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ 4 സ്ട്രോക്ക് അടങ്ങിയ ഈ എൻജിനെയാണ് നമ്മൾ 4 സ്ട്രോക്ക് എൻജിൻ എന്ന് പറയുന്നത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ ഈ സ്ട്രോക്ക് ഒന്നും കൂടി പറയുകയാണെങ്കിൽ ഇൻടേക്ക് സ്ട്രോക്കിൽ പിസ്റ്റൺ മുകളിൽ നിന്ന് താഴേക്ക് മൂവ് ചെയ്യും. കംപ്രഷൻ സ്ട്രോക്കിൽ താഴെ നിന്ന് മുകളിലേക്ക് മൂവ് ചെയ്യും. പവർ സ്ട്രോക്കിൽ വീണ്ടും മുകളിൽ നിന്ന് താഴേക്ക് മൂവ് ചെയ്യും. എക്സോസ്റ്റിൽ വീണ്ടും താഴെ നിന്ന് മുകളിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ എക്സോസ്റ്റ് സ്ട്രോക്കിൽ എപ്പോഴും എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആയിരിക്കും. ഇൻടേക്ക് സ്ട്രോക്കിൽ എപ്പോഴും ഇൻടേക്ക് വാൽവ് ഓപ്പൺ ആയിരിക്കും. മറ്റ് 2 സ്ട്രോക്കിലും 2 വാൽവും ക്ലോസ് ആയിരിക്കും. ഇതിൻ്റെ പവർ സ്ട്രോക്കിലായിരിക്കും സ്പാർക്ക് കൊടുക്കുന്നത് സ്പാർക്ക് പ്ലഗ് വഴി സ്പാർക്ക് പ്ലഗ് വഴിയാണ് സ്പാർക്ക് കൊടുക്കുന്നത്. അപ്പം ഈ വീഡിയോ 4 സ്ട്രോക്കിനെ കുറിച്ചാണ് പറഞ്ഞത്. എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഈ 4 സ്ട്രോക്കിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ ഉപകാരത്തിലേക്കായി ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയുമായി ഇനിയൊരിക്കൽ കാണാം. നന്ദി, നമസ്കാരം.